കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ശ്രീ വി മുരളീധരൻ കട്ടേല ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിലെ മുട്ടായി വിതരണം ചെയ്ത സംഭവം യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വിവാദമാക്കേണ്ട വിഷയമാണോ? കുഞ്ഞുങ്ങൾക്ക് മുട്ടായി വിതരണം ചെയ്തത് കയ്യിൽ കൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. സത്യത്തിൽ കുറച്ച് സമയമെടുത്ത് അത് കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ കൊടുക്കേണ്ടത് നല്ലതാണ്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. മന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് സമയം നഷ്ടപ്പെടാതിരിക്കാൻ അതൊരു കുട്ടയിലൊന്നും അല്ലിരിക്കുന്നത് വാരി കൊടുക്കാൻ, അതായത് ഒരു മുട്ടായി അല്ല ശ്രീ മുരളീധരൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ആ വീഡിയോയിൽ നമുക്ക് വ്യക്തമാവും. അദ്ദേഹം ഈ കവറിൽ നിന്ന് ഒരു പിടി വാരി കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കട്ടെ എന്ന രീതിയിൽ ആ ടേബിളിന്റെ പുറത്തേക്ക് ഇത് വിതറുകയാണ് ചെയ്തത്. ആ കവറിൽ കൂടി വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു വളരെ നല്ല കാര്യങ്ങൾക്ക്, സന്തോഷകരമായ ഒരു കാര്യത്തിൽ ഇങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ടത് കാര്യമുണ്ടോ? അതായത് നമ്മൾ പറയാറുണ്ട്, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുവിന് കൗതുകം എന്ന്. പാല് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അകിടിന്റെ ചുവട്ടിൽ ചെന്നാലും കൊതുകിന് ചോരയാണ് പ്രാധാന്യം, അത് ചോരയെ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പം ചില ആളുകൾ, ചില സംഘടനകളുടെ ആളുകൾ വളരെ ആസൂത്രിതമായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ അതിൽ നിന്ന് വാർത്ത ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ വിവാദം അവിടെ തീർക്കേണ്ടതാണ്. മുൻ മന്ത്രി ശിവൻകുട്ടി പോലെ ഒരാള്, അതുപോലെ എ റഹീമിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇത് ഏറ്റുപിടിച്ച് വലിയ ഒരു വിഷം വമിപ്പിക്കുന്ന രീതിയിൽ ഇത് ചർച്ചയാക്കുമ്പോൾ എന്താണ് അവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ഈ വീഡിയോയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ വിഷയത്തില് ശ്രീ വി മുരളീധരന്റെ മറ്റൊരു വീഡിയോ കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ഇടപെടലുകൾ കൂടി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം MLA ആകുന്നതിന് മുൻപ് തന്നെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഷാളുകൾ ഇടുക എന്നുള്ളത് അത് സാമ്പത്തികം മുടക്കുകയും അതിന് പിന്നീട് പ്രയോജനമില്ലാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗപ്രദമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല പൊതുസമൂഹം സ്വീകരിക്കേണ്ടതായ ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. ഇപ്പം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കുട്ടികൾക്കുള്ള ബുക്കുകളും പേനകളും ബാഗുകളും ഒക്കെ അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ ഇത് സുരുക്കൂട്ടി അദ്ദേഹം ഇത് നമ്മളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു മുട്ടായി കൊടുത്തതിനെ കുറിച്ച് ഇത്രയും ഒരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ഒരു ലോഡ് പുസ്തകവും പെന്നും പെൻസിലുകളുമായാണ് കഴക്കൂട്ടം MLA വി മുരളീധരന്റെ ഇപ്പോഴത്തെ യാത്ര. MLAയുടെ വണ്ടി നിറയെ പഠനോപകരണ സാമഗ്രികൾ നിറയാൻ കാരണക്കാരനാകട്ടെ ഒരു പൊന്നാടയും. ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിലാണ് പൊന്നാട വേണ്ട വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കൊച്ചു സമ്മാനങ്ങൾ മതിയെന്ന് വി മുരളീധരൻ നിലപാട് പറഞ്ഞത്. തുടർന്ന് നടന്ന പൊതുപരിപാടികളിൽ കൂടിക്കാഴ്ചകളിലെല്ലാം പൊന്നാടയ്ക്ക് പകരം പഠനോപകരണ സാമഗ്രികൾ നൽകിയാണ് MLA എല്ലാവരും വരവേൽക്കുന്നത്. ഡൽഹി സന്ദർശനത്തിൽ എയിംസിൽ നിന്നുള്ള ജീവനക്കാർ 1000 കുട്ടികൾക്കുള്ള പുസ്തകവും പേനയുമാണ് വി മുരളീധരനെ സമ്മാനിച്ചത്. കഴക്കൂട്ടം മുതൽ ദില്ലി വരെ പുതിയ ക്യാമ്പയിൻ ഏറ്റെടുത്തതിന്റെ സന്തോഷത്തിലാണ് MLA. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ അനവധി വിദ്യാർത്ഥികൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്. ഞാൻ ഈ വിവാദമാക്കിയവരോട് മറ്റൊരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഈ സദ്യ പങ്കെടുത്തിട്ടില്ലേ? അപ്പം നമ്മളൊരു കസേരയിൽ ഇരിക്കുന്നു, ടേബിളിന്റെ പുറത്ത് ഇല വിരിച്ചതിന് ശേഷം അതിലേക്കല്ലേ ചോറ് വിളമ്പുന്നത്? ചോറും കറികളും പായസവും ഒക്കെ വിളമ്പുന്നത് ഈ ഇലയിലല്ലേ? അതോ നമ്മളിങ്ങനെ കൈ നീട്ടി കൊടുത്തിട്ട് കയ്യിലേക്കോ അല്ലെ വാ നീട്ടി കൊടുത്തിട്ട് വായിലേക്കോ ആണ് ഇടുന്നത്? അപ്പൊ നിങ്ങൾ ആഹാരം കഴിക്കാൻ പോകാറില്ലേ? അപ്പൊ നിങ്ങൾ പറയും അതൊരു ഇല വിരിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഇത് വളരെ വൃത്തിയുള്ള ഒരു ടേബിൾ, ആ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ടേബിൾ ആണല്ലോ. അതിന്റെ പുറത്ത് മുട്ടായി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞതാണ്. ആ പൊതിഞ്ഞ മുട്ടായി ഈ ടേബിളിന്റെ പുറത്തേക്ക് വിതറി കൊടുത്താൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? ആ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അവർക്ക് വേണ്ടുന്നത്രയും വാരിയെടുക്കുകയല്ലേ ചെയ്തത്? അപ്പൊ ഇതിലൊക്കെ ഈ വിഷം വമിപ്പിക്കുന്ന തരത്തിലുള്ള ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നവര് അവരുടെ ഉദ്ദേശം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം മറ്റൊരു സോഷ്യൽ മീഡിയയിൽ വളരെ വിചിത്രമായ മറ്റൊരു വീഡിയോ കണ്ടു. ഈ പറയുന്ന ഈ വിവാദമാക്കിയ സംഘടനയുടെ കുട്ടി സഖാക്കന്മാർ ഒരു LP സ്കൂളിന്റെ മുമ്പിൽ പോലും ഇങ്ങനെ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു. അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവിടെ മുട്ടായി ടേബിളിലിട്ടു, അത് പഴയ കാലത്തെ അയിത്തം നിലവിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നു. സത്യത്തില് കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ?